ബാക്ക് ടു ചാനൽ ദിയാദിലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ദിയാക്കിച്ചിൻ്റെ ബർത്ത്ഡേ ആണ്. കണ്ട് തൊപ്പി കണ്ടാലേ മനസ്സിലായി ഇത് ആ ബർത്ത്ഡേ. ഇപ്പോൾ നമ്മുടെ ബർത്ത്ഡേ വിശേഷം കാണാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ദിയാച്ചിയുടെ ബർത്ത്ഡേ ഹാറ്റാണ്, ചുമ്മാതാണ് എൻ്റെ ബർത്ത്ഡേ ഹാറ്റ. കണ്ട ബർത്ത്ഡേ ഹാറ്റ് ദിയാച്ചിയുടെ ചുമ്മാതാണ്. എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് എന്നെ പപ്പ അടിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ചോദിക്കും എൻ്റെ ബർത്ത്ഡേ ആണ്, എൻ്റെ ദിയാച്ചിയുടെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാൻ പറയാൻ എൻ്റെ ബർത്ത്ഡേ അല്ല, എൻ്റെ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. സംശയമായിട്ടും തോന്നിക്കും. ഞാൻ ഇവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു സംഭവമാണ്. ഇത് കളയണമെന്ന് പറയുക. ഹാപ്പി ബർത്ത്ഡേ ദിയ, ജൂലൈ 30 എഴുതിയിട്ട് കളയാൻ എനിക്ക് വിഷമമായിട്ട് നന്നായിട്ട്. പക്ഷേ ഉമ്മയാണെങ്കിൽ വേണ്ടെന്ന്. അപ്പം വിഷമം ബർത്ത്ഡേ ഹാറ്റൊക്കെ എൻ്റെ കയ്യിൽ ഞാൻ കഷ്ടപ്പെടുണ്ടാക്കി ചേച്ചി കളയാമെന്ന്. ഞാൻ അപ്പോൾ ചേച്ചി കളയാൻ പറ്റും. പക്ഷെ ഉമ്മ തന്നെ വേണ്ടെന്ന്. അത് ഞാൻ തന്നില്ലല്ലോ. അയാളെ ബർത്ത്ഡേ വന്നാൽ എനിക്ക് ഭയങ്കര സന്തോഷം. നമ്മുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും. ചായ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായ കോഫി വെച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. എന്തുവാ ദിയ അല്ലേ ഒരുങ്ങേണ്ടത് സാധാരണ ബർത്ത്ഡേക്ക്. പക്ഷെ ദിൽഷയാണ് പുട്ടി അടിച്ചുകൊണ്ടിരിക്കുന്നത്. കാണിച്ചു തരാം ഗൈസ്. ലിഫ്റ്റിക്ക് ഇതൊക്കെ തേച്ച് നോക്ക് ഗൈസ്, എന്തുമാത്രം ലിഫ്റ്റിക്ക് എടുക്കുമ്പോൾ ചെറിയൊരു കാര്യം അത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് എൻ്റെ പൊന്നല്ല. എത്ര നിങ്ങൾ പറയുന്ന എല്ലാ ദിൽഷാണ് ഒന്നില്ലാന്ന് പറഞ്ഞു. ഞാൻ അത് വിശ്വസിക്കത്തില്ല. ആണ് ദിയ എപ്പോഴും പറയുന്നത്. ആണോ? ആണ് ചേച്ചി. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ദിയാക്കിച്ചിയുടെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോഴാണ്. സാധാരണ ഞങ്ങൾ ബർത്ത്ഡേ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ദിയയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ബർത്ത്ഡേ ഗേളാണ്. ഇതാണ് ഞാൻ എഴുതിയത്. ഉണ്ടാക്കിടാമോ? അവർക്ക് വട്ടാണ്, വേറൊന്നും വിചാരിക്കരുത്. ഇവിടെ കാൻഡീസ് ഉണ്ട്, അപ്പൊ നമുക്ക് ഇതുണ്ട്. ഹാപ്പി ബർത്ത്ഡേ വീട്ടിൽ ഞാൻ ഉണ്ടാക്കിയതാണ്. സഹായിച്ച് ഞാൻ കൊടുത്തു. കാണുന്നുണ്ടോ? Happy birthday to you. Happy birthday to you. Happy birthday dear Diya. Happy birthday to you. നിനക്ക് തിരിച്ചു വെച്ചാൽ Happy birthday Dilsha. Happy birthday Dilsha. നഹായനെടുത്തോ. ഇതാ കൊടുക്കട്ടോ. കൊടുക്കട്ടോ. Happy birthday.
ഫ്രണ്ട്സ് പപ്പ ഇവിടെ ഇരിക്കുന്നതാണ് കേട്ടോ ഞങ്ങള് ഇങ്ങോട്ട് നോക്കി ഇതാക്കുന്നത്. കൊള്ളട്ടാ ചെയ്യില്ല. കൊച്ചു വെട്ടുന്നത് ഇല്ല ഞാൻ അവളുടെ പകുതി ഭാഗം കൊണ്ടിപ്പോയി. പൊട്ടിക്കട്ടെ. നോക്കടാ എങ്ങനെ ഇടുന്നതാ ഇതോടെ അല്ല എനിക്ക് ഇഷ്ടപ്പെട്ട കമ്മലും അവളെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞു. ഉമ്മ എനിക്ക് ഗിഫ്റ്റ് തന്ന ഇതാണ് കേട്ടോ. പൈസയാമായി റംസിയാമി വന്ന് എന്റെ ഗിഫ്റ്റ് മരുന്ന്. റംസാമയുടെ പൈസയാമയുടെ ഗിഫ്റ്റ് ഒന്ന് അൽഫാമല്ലേ, അൽഫാം ഷവായാണോ അൽഫാമാണോ, ഷവായി ഓ അൽഫാം എന്തോ ഒരു സാധനമാണ്, എന്തായാലും ചിക്കനാണ്. റംസാമയുടെ പൈസയുടെ ഗിഫ്റ്റ്. പിന്നെ മരുന്ന്, പിന്നെ ചുമയുടെ മരുന്ന്. റംസാമ ഷവായി ആണോ അൽഫാമാണോ? ഷവായി. ദിലു റയാനെ റയാനെ എങ്ങനെയുണ്ട് ചേർന്നേ? നോക്ക് ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് ഇവിടെ ഇവിടെ ഫസ്റ്റ് തുഴുകാം. ടൊമാറ്റോ സോസും മയോണൈസും നോർമൽ. അപ്പോൾ ഫ്രണ്ട്സ് ഇവർ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ എനിക്ക് ബർത്ത്ഡേ സ്പെഷ്യൽ ഡാൻസൊക്കെ കളിക്കുമായിരുന്നു കേട്ടോ. ഇല്ലുമിനാത്തി പാട്ടൊക്കെ ഇട്ടിട്ടെല്ലാം ഡാൻസ് കളിയായിരുന്നു രണ്ടുപേരും കൂടെ. അപ്പോൾ അയാനും ദിലുവും പല പല സ്റ്റെപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ കിടന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം പാട്ടിടാഞ്ഞത് കോപ്പിറൈറ്റ് വരും, അതുകൊണ്ട് തന്നെ പാട്ടിട്ടില്ല. പിന്നെ എനിക്ക് ദിൽ ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നത് എന്താണെന്നൊക്കെ ഞാൻ കാണിക്കാം. അപ്പം ഈ ഒരു പെട്ടിയിൽ ആണ് കേട്ടോ അവൾ തന്നത്. അപ്പം 2 മൈലാഞ്ചി ഉണ്ടായിരുന്നു, ബിഗ് ബിയുടെയും സിങ്ങിൻ്റെയും. അപ്പം നിങ്ങൾ വിചാരിക്കും മൈലാഞ്ചിക്കാണെങ്കിൽ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. അപ്പം എനിക്ക് മൈലാഞ്ചി ഭയങ്കര ഇഷ്ടം. എനിക്ക് മൈലാഞ്ചി കൈ കിട്ടിയാൽ ഞാൻ വെറുതെ വിടത്തില്ല. എനിക്ക് മൈലാഞ്ചി ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്ക് 2 മൈലാഞ്ചി തന്നു. അപ്പോൾ ദിലുവിൻ്റെ സെലക്ഷനാണ് കേട്ടോ ഇത് മൊത്തം. പിന്നെ ഇങ്ങനത്തെ ഒരു കുറേ ലെയർ പോലെയൊക്കെ വരുന്നൊരു വള. അപ്പം ഈ ഇടയ്ക്ക് ഒരു മിക്കുള്ളവരുടെ അടുത്തും ഉള്ളൊരു വളയാണ്. അപ്പം അതേപോലത്തെ ഒരു വള. പിന്നെ ഈ ഒരു കമ്മലാണ് കേട്ടോ, ഇങ്ങനെ ഒരു നല്ല നീളമുള്ളൊരു കമ്മലാണ്. അപ്പം നമുക്ക് നീളം കൂട്ടിയും കുറച്ചൊക്കെ ഇടാം. അപ്പം എന്താ അറ്റത്തൊരു മുത്തും മറ്റേ അറ്റത്തൊരു ട്രയാങ്കിൾ പോലത്തെ എന്തോ ഷേപ്പുള്ളൊരു ഒരു കമ്മലാണ്. അപ്പം ഇതാണൊരു ഇത്. പിന്നെ ഇതേപോലത്തെ ലെയറായിട്ട് വരുന്ന മാലയാണ് കേട്ടോ. അപ്പം ഈ മാല എന്താ കുറേ മുത്തുകൾ പോലെ വരും, ഒരു വലിയ മുത്തും ചെറിയ മുത്തൊക്കെ പോലെ. അപ്പം ചെറിയൊരു മാലയാണ് കേട്ടോ, 3 ലെയർ പോലെ വരുന്നത്. അപ്പം ഇതിൻ്റെ അറ്റത്ത് ചെറുതായിട്ടൊരു കൊളുത്തുണ്ട്. പിന്നെ
ഇതിൻ്റെ കൂടെ സെറ്റായിട്ട് തന്നെ കമ്മലും ഉണ്ട്. കുഞ്ഞി ഒരു മുത്ത് പോലെ അറ്റത്ത് വരുന്നൊരു കമ്മലാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ദിലു എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് തന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.